നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിൽ വെച്ച് നടന്ന SFI ആൾക്കൂട്ട വിചാരണ. ഒടുവിൽ സിദ്ധാർത്ഥിന് നേരിടേണ്ടി വന്നത് കൊടും ക്രൂരമായ പീഡനങ്ങൾ. ആ യുവാവിൻ്റെ മരണത്തിൽ കേരളം തരിച്ചു നിൽക്കുമ്പോൾ ഇതാ മറ്റൊരു വാർത്ത. SFI പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും കൊടിയ മർദ്ദനത്തിനും ഇരയായ മറ്റൊരു വിദ്യാർത്ഥിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം പയ്യോളിയിൽ. കൊടുംമർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ഒടുവിൽ ആശുപത്രിയിലെത്തി. എന്നാൽ SFI പ്രവർത്തകർ അവനെ ഭയപ്പെടുത്തി. അപകടമാണ് സംഭവിച്ചതെന്ന് ഡോക്ടർമാരോട് പറയാൻ അവർ നിർബന്ധിച്ചു. SFIക്കാരുടെ ആക്രോശത്തിന് മുന്നിൽ ഭയപ്പെട്ടു പോയ വിദ്യാർത്ഥി ഒടുവിൽ ഡോക്ടർമാരോട് ഒന്നും പറഞ്ഞില്ല, എല്ലാം മറച്ചുവെച്ചു. ആശുപത്രിയിൽ നിന്നിറങ്ങി വീട്ടിലെത്തിയപ്പോൾ സഹിക്കാൻ കഴിയാത്ത അസഹനീയമായ വേദന. ഒടുവിൽ തൻ്റെ നിസ്സഹായാവസ്ഥ ആ യുവാവ് മാതാപിതാക്കളോട് തുറന്നു പറഞ്ഞു. നടുങ്ങിപ്പോയത് വീട്ടുകാർ മാത്രമല്ല, അവൻ്റെ സഹപാഠികളും. കൊയിലാണ്ടി കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ SNDP യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ BSc കെമിസ്ട്രി 2ാം വർഷ വിദ്യാർത്ഥി സംഭവിച്ചതും കേരളത്തെ നടുക്കും. മരണപ്പെട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം ഇപ്പോൾ ലഭിക്കുന്നില്ല. സിദ്ധാർത്ഥിൻ്റെ മരണമാണ് കേരളത്തെ പിടിച്ചുലച്ചത് എങ്കിൽ അമലിന് നേർക്ക് നടന്നതും കൊടും ക്രൂരമായ ആക്രമണം. ഒരു സംഘം SFI പ്രവർത്തകർ അമലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി ഒടുവിൽ കൊടിയ മർദ്ദനത്തിന് വിധിച്ചു. മിക്ക കോളേജുകളിലും ഇതുതന്നെയാണിപ്പോൾ അവസ്ഥ. കോളേജ് ക്യാമ്പസുകൾ പാർട്ടി ഗ്രാമങ്ങളാക്കി മാറ്റി. മർദ്ദനത്തിൽ മൂക്കിൻ്റെ പാലം തകർന്ന നിലയിലാണ്. വലതുവശത്തെ കണ്ണിന് സമീപം നീര് വന്നു വീർത്തു. തലയ്ക്കും മൂക്കിനും മുഖത്തുമൊക്കെ കൈമുഷ്ടി ചുരുട്ടി തുടരെ നിരവധി ഇടികൾ. മൂക്കിൽ നിന്ന് ചോരയൊലിച്ചപ്പോൾ SFI സംഘം ആക്രോശിച്ചു ചിരിച്ചു. മൂക്കിൽ നിന്ന് ചോര പുറത്തേക്ക് ചീറ്റിയപ്പോൾ അമൽ ഭയം കൊണ്ട് മുഖം കുനിച്ചു നിന്നു. എന്നാൽ മുഖമുയർത്തിപ്പിടിക്കാൻ ഈ സംഘം അവനോട് ആവശ്യപ്പെട്ടു. മുഖത്തുനിന്ന് ചോര ചീറ്റുമ്പോഴും അവർ മർദ്ദനം തുടർന്നു. ഒടുവിൽ ആ ചെറുപ്പക്കാരൻ തലകറങ്ങി നിലത്ത് കുത്തിയിരുന്നു പോയി. എന്നിട്ടും ആക്രമണം നിർത്താത്ത സംഘം അവനെ ചവിട്ടി വീഴ്ത്താനുള്ള ശ്രമം. ഇത് സംബന്ധിച്ച പരാതി അമലും പിതാവ് പയ്യോളി വില്ലേജ് ഓഫീസർ AV ചന്ദ്രനും കൊയിലാണ്ടി പോലീസിനും പ്രിൻസിപ്പലിനുമൊക്കെ ശനിയാഴ്ച നൽകി. കോളേജ് ക്യാമ്പസുകളെ കുരുതിക്കളങ്ങളാക്കി SFI മാറ്റുന്നു. മിക്ക കോളേജുകളിലും ഇതുതന്നെയാണ് അവസ്ഥ. പുതുതായി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മിക്ക സ്ഥലങ്ങളിലും ആദ്യം നേരിടേണ്ടി വരുന്നത് നടയടി എന്ന തുടക്ക നടപടി തന്നെ. നടയടിയിൽ തളർന്നിരുന്നു പോകുന്ന വിദ്യാർത്ഥികളെ പിന്നീട് ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുതിർന്ന CPM നേതാക്കൾ അവരെ വിളിച്ചു പറയണം. മുതിർന്ന CPM നേതാക്കളുടെ ശുപാർശ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് കോളേജുകളിൽ അവർക്ക് മർദ്ദനമേൽക്കാതിരിക്കൂ എന്നതാണ് മിക്കയിടങ്ങളിലെയും സ്ഥിതി. SFIയിൽ പ്രവർത്തിക്കാൻ ഈ കുട്ടികൾ ഒരുക്കമല്ല എങ്കിൽ അവർ വീണ്ടും കൊടിയ വിചാരണയ്ക്കും മർദ്ദനത്തിനുമൊക്കെ ഇരയായി തീർന്നുകൊണ്ടിരിക്കും. SFI സംഘത്തിൻ്റെ കണ്ണിലെ കരടായി അമൽ മാറിയത് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ. റാഗിങ്ങിനെ അമൽ പരസ്യമായി ചോദ്യം ചെയ്തു എന്നതാണ് അവനുമേൽ ചാർത്തപ്പെട്ട ഏറ്റവും ഗുരുതരമായ കുറ്റം. വെള്ളിയാഴ്ച ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ കോളേജ് ചെയർമാൻ R അഭയകൃഷ്ണ ചില കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനുണ്ട്, അതുകൊണ്ട് പുറത്തേക്ക് വരണമെന്ന് അമലിനോട് പറഞ്ഞു. അമലിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥി കൂടിയാണ് ഈ ചെയർമാൻ. 3 കൂട്ടുകാരുമായി ചെയർമാനൊപ്പം അമൽ പുറത്തേക്ക് പോയി. എന്നാൽ കോളേജിന് സമീപമുള്ള അടച്ചിട്ട വീട്ടുമുറ്റത്തേക്കാണ് അമലിനെ അവർ കൂട്ടിക്കൊണ്ടുപോയത്. അവരിൻ്റെ കൂട്ടുകാരെ ചെയർമാൻ തിരിച്ചയച്ചു. ഞങ്ങൾക്ക് അമലിനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്, നിങ്ങൾ തിരിച്ചു പോകണമെന്ന് കൂട്ടുകാരോട് ചെയർമാൻ ആവശ്യപ്പെടുകയായിരുന്നു. കൂട്ടുകാർ തിരിച്ചു പോയപ്പോൾ ചെയർമാൻ തൻ്റെ തനി സ്വഭാവം കാട്ടിത്തുടങ്ങി. പിന്നീട് കോളേജിലെയും സമീപത്തെ കോളേജുകളിലെയും കൊയിലാണ്ടി ഏരിയ കമ്മിറ്റിയിലെയും SFI നേതാക്കളും പ്രവർത്തകരുമായി 25ഓളം പേർ അവിടെ തടിച്ചുകൂടി. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുമ്പ് കോളേജിൽ ഒരടി നടന്നിരുന്നു. ഈ അടിയുടെ സൂത്രധാരൻ എന്ന് ചെയർമാൻ ആക്രോശിച്ചു. തുടർന്നായിരുന്നു പരസ്യവിചാരണ ആരംഭിച്ചത്. നീ SFIയെ പാഠം പഠിപ്പിക്കുമോ എന്ന് തുടങ്ങി ചെയർമാൻ്റെ ആക്രോശങ്ങൾ. പരസ്യവിചാരണ നടക്കുന്നതിനിടയിൽ SFI യൂണിറ്റ് സെക്രട്ടറിയാണ് ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത്. മറ്റുള്ളവർ ചുറ്റും നോക്കി നിന്നു. മൂക്കിൽ നിന്ന് ചോര വാർന്ന് അവശനായി അവൻ തറയിലേക്ക് കൂപ്പുകുത്തി വീഴുമ്പോൾ അവർ ആർത്തു ചിരിച്ചു. ഒടുവിൽ അലനെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നവർ ഭയന്നുപോയി.
പിന്നീട് 3 കൂട്ടുകാരുമൊത്ത് കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അലൻ പോയി. അവിടെ കൂട്ടുകാർ OP ടിക്കറ്റ് എടുക്കുന്നതിനിടയിൽ അക്രമി സംഘം അവിടെ എത്തി. ബൈക്ക് അപകടമാണ് സംഭവിച്ചത് എന്ന് ആശുപത്രിയിൽ പറയണം, മറിച്ച് നീ എന്തെങ്കിലും ആശുപത്രിക്കാരോട് വെളിപ്പെടുത്തിയാൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് നിന്നെ തീർത്ത് കളയുമെന്നാണ് അക്രമി സംഘം അവനെ ഭയപ്പെടുത്തിയത്. മൂക്കിൽ പ്ലാസ്റ്റർ ഇട്ടതിനു ശേഷം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ അവിടെയും 5 SFI പ്രവർത്തകരെത്തി. അവർ പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ വെച്ച് മറ്റൊന്നും സംസാരിക്കരുത്, സംസാരിച്ചാൽ നിന്റെ അന്ത്യമാണ്. ഒടുവിൽ ഈ SFI പ്രവർത്തകർ തന്നെ ഡോക്ടറെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ അവന് കടുത്ത വേദന. ഇതോടെ വീട്ടുകാരോട് നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അവൻ്റെ അപ്പനും അമ്മയും തളർന്നിരുന്നുപോയി. വടകര സ്വകാര്യ ആശുപത്രിയിൽ പോയി എക്സ്റേയും മറ്റു പരിശോധനകളും നടത്തി. 2 ആഴ്ച മുമ്പ് കോളേജിൽ നടന്ന ഒരടിയുടെ പേരിൽ അരങ്ങേറിയ കൊടും ക്രൂരത ഇത് കൊയിലാണ്ടിയിലെ ഒരൊറ്റ കോളേജിൽ അവസാനിക്കുന്നില്ല. പൂക്കോട് വെറ്റിനറി കോളേജിൽ നമ്മൾ കണ്ടതും ഇതിന് സമാനമായ ആക്രമണവും വിചാരണയുമൊക്കെ. അവിടെ സിദ്ധാർത്ഥ് എന്ന ചെറുപ്പക്കാരൻ മൃഗീയമായ ആക്രമണങ്ങൾക്കൊടുവിൽ മരണപ്പെട്ടപ്പോൾ കേരളം തരിച്ചിരുന്നു. സിദ്ധാർത്ഥിന് പിന്നിൽ അണിനിരന്നു. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ജീവച്ഛവമാക്കപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട്. കേരളത്തിലെ മാതാപിതാക്കൾ എന്ത് വിശ്വസിച്ചാണ് തങ്ങളുടെ പൊന്നോമനകളെ കലാലയങ്ങളിലേക്ക് അയക്കുന്നത്? കലാലയങ്ങൾ പൂർണ്ണമായി SFI ക്രിമിനൽ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് വരുന്നതല്ലേ ഈ വാർത്തകളൊക്കെ? ലഹരി ഉപയോഗവും അനാശാസ്യവും നിറഞ്ഞ ചില ക്യാമ്പസുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു. തളർന്നിരുന്നു പോകാനേ നമുക്കൊക്കെ കഴിയൂ. കാരണം SFI എന്ന സംഘടനയെ പോറ്റി വളർത്തുന്നത് ഇവിടുത്തെ CPM ആണ്, ഭരിക്കുന്ന പാർട്ടി. അതിലപ്പുറം കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് SFI ക്രിമിനൽ സംഘത്തെ പല അവസരങ്ങളിലും ആവശ്യമുണ്ട്. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനായ ഗവർണർക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിച്ച് ഇതേ SFI ക്രിമിനൽ സംഘത്തെ തന്നെയല്ലേ ഭരണകൂടവും CPM ഒക്കെ ഉന്തിത്തള്ളി തെരുവിലേക്ക് ഇറക്കി വിട്ടത്. 2 ആഴ്ച മുമ്പ് കോളേജിലുണ്ടായ ഒരു അടിപിടിയുടെ പേരിൽ അമൽ എന്ന ചെറുപ്പക്കാരനെ ഇത്ര ക്രൂരമായി മർദ്ദിക്കാമോ? അടിയുണ്ടായ സ്ഥലത്ത് ക്യാമറയുണ്ട്. വ്യക്തിവിരോധം തീർക്കാൻ കെട്ടിച്ചമച്ചതാണ് ഈ ആരോപണമെന്ന് അമൽ പറയുന്നു. ആക്രമിച്ചതാണ് എന്ന വിവരം പുറത്തു പറഞ്ഞാൽ വലുതായി അനുഭവിക്കേണ്ടി വരുമെന്ന ഭീഷണിയും അവർ മുഴക്കുന്നുവെന്നാണ് അമൽ പറയുന്നത്. അമലിൻ്റെ കരച്ചിലിന് മുന്നിൽ ഈ കേരളം എന്തു മറുപടി പറയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.